പേര് സോന. ഞാൻ ശ്രീകണ്ഠാപുരം ചേരക്കുന്നിൽ നിന്ന് വരുന്നു. കുറച്ചുകൂടെ അടുത്ത്. എനിക്ക് നെഞ്ചുവേദനയെ തുടർന്ന് എക്കോ ചെയ്യുകയും വാൽവിന് മുഴയുണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പ്രകാരം 3/2/25 മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 11/2/25 സർജറി ചെയ്യുകയും ചെയ്തു. ഒരു മുഴ എന്ന് പറഞ്ഞെടുത്ത് 3 മുഴ ഉണ്ടായിരുന്നു. സർജറി സക്സസ് ആയിരുന്നു. 13/2/25 ഉച്ച കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റാനിരുന്ന എനിക്ക് പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും വരികയും ഓക്സിജന്റെ അളവ് കുറയുകയും ഹൃദയമിടിപ്പ് കൂടുകയും ചെയ്തു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ടെസ്റ്റുകൾക്കൊടുവിൽ ന്യൂമോണിയ കൂടിയതാണെന്നും ഷുഗർ ലെവൽ കൂടുകയും പ്രഷർ കുറയുകയും ചെയ്തു. പിന്നീടുള്ള 6 ദിവസങ്ങൾ പരീക്ഷണങ്ങളുടേതായിരുന്നു. തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 20/2/25 നോർമലായി ബ്രീത്ത് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ട്രക്യോസ്റ്റമി ട്യൂബ് ഇടേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ട ഞാൻ ആവിലപ്പള്ളിയിലേക്ക് നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. വെന്റിലേറ്റർ സൗകര്യമില്ലാതെ ശ്വസിക്കുവാനും ഹൃദയമിടിപ്പ് നോർമലാകാനും നിയോഗം സാധിച്ചാൽ വ്യാഴാഴ്ച ആവിലയിൽ വന്ന് സാക്ഷ്യം പറയാമെന്നും നേർന്നു. ഉച്ചയായപ്പോഴേക്കും ഓക്സിജന്റെ അളവ് നോർമലാകാനും ഹൃദയമിടിപ്പ് കുറയുവാനും തുടങ്ങി. തുടർന്ന് 28/2/25 ഡിസ്ചാർജ് ആവുകയും ചെയ്തു. എന്നെ സുഖപ്പെടുത്തിയ ആവിലയിലെ അമ്മയ്ക്കും വെന്തിനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. മരിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരകളിലൂടെ കടന്നുപോയ ഈ സഹോദരി സോന ശ്രീകണ്ഠാപുരത്താണ് വീട്. ശ്രീകണ്ഠാപുരം ചേരംകുന്നിൽ വീടുള്ള ഈ മകൾക്ക് വാൽവില് ഒരു മുഴയുണ്ടെന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് തുടർന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ 3 മുഴകൾ വാൽവിൽ കണ്ടെത്തി. അതിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്വസിക്കാൻ പറ്റാതെ വെന്റിലേറ്ററിൽ എത്ര ദിവസം കിടന്നു മോളെ? 17 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയും ഇനി പ്രത്യേകിച്ച് അധികം പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ഡോക്ടർമാർ, തിരികെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന് അല്ലേ. നമ്മൾ 3 ദിവസം വെന്റിലേറ്ററിൽ കിടത്തി അല്ലെങ്കിൽ 5 ദിവസമൊക്കെ കിടത്തി കഴിയുമ്പോൾ ചോദിക്കും, ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കും ഇല്ലേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 17 ദിവസം വെന്റിലേറ്ററിൽ ജീവനും മരണത്തിനും ഇടയിൽ കിടന്ന മകളെ കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിന് അങ്ങനെ 17 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ 17ാമത്തെ ദിവസമാണ് നിയോഗം പറഞ്ഞത് അല്ലേ. ഹല്ലേലൂയ. അവര് പറഞ്ഞു 20/2/25 നോർമലായി. അപ്പോ അന്നാണ് അവര് എഴുതി പ്രാർത്ഥിച്ചത്, വെന്റിലേറ്റർ മാറ്റാൻ കഴിഞ്ഞാൽ സാക്ഷ്യം എഴുതാമെന്ന് പ്രാർത്ഥിച്ചു. നിയോഗം എഴുതി അയച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് തന്നെ ഉച്ചയായപ്പോഴേക്കും ഈ 17 ദിവസമില്ലാത്ത സൗഖ്യം 17ാമത്തെ ദിവസം സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ച അന്ന് ഉച്ചയായപ്പോൾ കർത്താവ് നോർമലായി ഹൃദയമിടിപ്പുണ്ടാകാൻ ആരംഭിക്കുകയും 28-ാം തീയതി അത് പൂർണ്ണമായി നോർമലാവുകയും ഒക്കെ ചെയ്തു. ഇന്ന് ഈ മകൾക്ക് ഇവിടെ വന്ന് ഇത് വായിച്ച് സാക്ഷ്യം പറയാനായിട്ട് കർത്താവ് കൃപ കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ആത്മാവിൻ വെള്ളവില്ലുവോളം ഇറയ്ക്കുവാൻ പുത്രനോ